പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 20 ബയോളജി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 20 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നീവ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീവ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എയ്ഡ്സ്. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് തയാമിൻ? ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് തയാമിൻ? ഉത്തരം ജീവകം B1. ജീവകം B1ൻ്റെ രാസനാമമാണ് തയാമിൻ. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് റൈബോഫ്ലേവിൻ? ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് റൈബോഫ്ലേവിൻ? ഉത്തരം ജീവകം B2. ജീവകം B2ൻ്റെ രാസനാമമാണ് റൈബോഫ്ലേവിൻ. അടുത്ത ചോദ്യം, ഏത് രോഗമാണ് സാധാരണയായി റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഏത് രോഗമാണ് സാധാരണയായി റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത്, റോയൽ ഡിസീസ്. അടുത്ത ചോദ്യം, ശരീരത്തിൻ്റെ ഏത് സംവിധാനത്തെയാണ് HIV ആക്രമിക്കുന്നത്? ശരീരത്തിൻ്റെ ഏത് സംവിധാനത്തെയാണ് HIV ആക്രമിക്കുന്നത്? ഉത്തരം രോഗപ്രതിരോധ സംവിധാനം. രോഗപ്രതിരോധ സംവിധാനത്തെയാണ് HIV ആക്രമിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് രോഗമാണ് നാവികരുടെ രോഗം എന്ന് അറിയപ്പെടുന്നത്? ഏത് രോഗമാണ് നാവികരുടെ രോഗം എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം സ്കർവി. അടുത്ത ചോദ്യം, വിറ്റാമിൻ B7ൻ്റെ മറ്റൊരു പേര് എന്താണ്? വിറ്റാമിൻ B7ൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം വിറ്റാമിൻ H. വിറ്റാമിൻ B7ൻ്റെ മറ്റൊരു പേരാണ് വിറ്റാമിൻ H. അടുത്ത ചോദ്യം, രക്താർബുദം എന്ന് പൊതുവായി വിളിക്കപ്പെടുന്നവ ഏതാണ്? രക്താർബുദം എന്ന് പൊതുവായി വിളിക്കപ്പെടുന്നവ ഏതാണ്? ഉത്തരം ലുക്കീമിയ. ലുക്കീമിയ എന്നാണ് രക്താർബുദം പൊതുവായി വിളിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ കുറവാണ് സ്കർവിക്ക് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ കുറവാണ് സ്കർവിക്ക് കാരണമാകുന്നത്? ഉത്തരം വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അഭാവത്താലാണ് സ്കർവി ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, മഞ്ഞപ്പിത്തം കണ്ടെത്തുന്ന പരിശോധന ഏതാണ്? മഞ്ഞപ്പിത്തം കണ്ടെത്തുന്ന പരിശോധന ഏതാണ്? ഉത്തരം ബിലിറുബിൻ ടെസ്റ്റ്. ബിലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം കണ്ടെത്താനുള്ള പരിശോധനയാണ്. അടുത്ത ചോദ്യം, വീൽഡ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വീൽഡ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം എലിപ്പനി. അടുത്ത ചോദ്യം, DDT കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം പോൾ മുള്ളർ. പോൾ മുള്ളറാണ് DDT കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, മൈക്രോസ്പോറം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്രോസ്പോറം ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം റിംഗ് വെയിം. അടുത്ത ചോദ്യം, ലോക്ക് ജോ എന്നറിയപ്പെടുന്ന രോഗം ഏത്? ലോക്ക് ജോ എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് ആണ്. ലോക്ക് ജോ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒരു ജനവിഭാഗത്തെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സയൻസിൻ്റെ ശാഖയെ എന്ത് വിളിക്കുന്നു? ഒരു ജനവിഭാഗത്തെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സയൻസിൻ്റെ ശാഖയെ എന്ത് വിളിക്കുന്നു? ഉത്തരം എപ്പിഡമിയോളജി. അടുത്ത ചോദ്യം, ഇവയിൽ ഏതാണ് ഈച്ച പകർത്താത്ത രോഗം? ഇവയിൽ ഏതാണ് ഈച്ച പകർത്താത്ത രോഗം? ഉത്തരം ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി കൊതുക് പരത്തുന്ന രോഗമാണ്. അടുത്ത ചോദ്യം, മലമ്പനി പടർത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? മലമ്പനി പടർത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഉത്തരം അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. അനോഫിലസ് പെൺകൊതുകുകൾ. അടുത്ത ചോദ്യം, എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ്? എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ്? ഉത്തരം ഷഡ്പദങ്ങൾ. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ? ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ? ഉത്തരം വിറ്റാമിൻ B6. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് റെറ്റിനോൾ? ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് റെറ്റിനോൾ? ഉത്തരം ജീവകം A. വിറ്റാമിൻ Aയുടെ രാസനാമമാണ് റെറ്റിനോൾ. അടുത്ത ചോദ്യം, വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം എഡ്വേർഡ് ജെന്നർ. അടുത്ത ചോദ്യം, തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമുണ്ടാകുന്ന രോഗം. തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം പാർക്കിൻസൺസ് രോഗം. തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഡോപ്പമിൻ ഉൽപ്പാദനം കുറയുന്നതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണങ്ങൾ. അടുത്ത ചോദ്യം, എന്തിനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്? എന്തിനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്? ഉത്തരം ടൈഫോയിഡ് പനി തിരിച്ചറിയാനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്. അടുത്ത ചോദ്യം, എന്തിനെ ബാധിക്കുന്ന രോഗമാണ് ബഞ്ചി ടോപ്പ്? എന്തിനെ ബാധിക്കുന്ന രോഗമാണ് ബഞ്ചി ടോപ്പ്?
ഉത്തരം വാഴ. ബഞ്ചി ടോപ്പ് ബാധിക്കുന്നത് വാഴയാണ്. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.